2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ നാളെ ഇന്ത്യ ന്യൂസിലൻഡ് പോരാട്ടം നടക്കും. മത്സരം നാളെ രാത്രി 7 മണിക്ക് അഹമ്മദാബാദിലാണ്. ഇരു ടീമുകളും ഇന്ന് സ്റ്റേഡിയത്തിൽ അവസാനവട്ട പരിശീലനത്തിന് ഇറങ്ങും. അഹമ്മദാബാദിലാണ് നമ്മുടെ അനിൽ വാസു ഉള്ളത്. അനിൽ വാസു അവിടെ നിന്നും തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ വാസു. അഹമ്മദാബാദിലൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഗുഡ് മോർണിംഗ് എസ് കെ. അഹമ്മദാബാദിലൊക്കെ തന്നെ കാര്യങ്ങൾ കളറാണ്. ഒപ്പം തന്നെ നാളത്തെ ആവേശ പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഒരുപക്ഷെ ക്രിക്കറ്റ് ആരാധകരും ഇവിടെയുള്ളവരും ഒക്കെ തന്നെ. ലോകത്തെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയം അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ഫൈനൽ പോരാട്ടം നടക്കുന്നത്. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ആവേശ പോരാട്ടം എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ടീമുകൾ അവസാനവട്ട പരിശീലനത്തിനിറങ്ങും. ഇന്ന് ന്യൂസിലാൻഡ് ടീമിൻ്റെ പരിശീലനം ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷവും ഇന്ത്യൻ ടീമിൻ്റെ വൈകുന്നേരം 5 മണിക്ക് ശേഷവുമാണ് 6 മണിക്കുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അവസാനവട്ട ഒരുക്കങ്ങളും നടത്തി ഏറ്റവും ഗംഭീരമായി തന്നെ ഫൈനലിനിറങ്ങാനാണ് ടീം ഇന്ത്യ തയ്യാറെടുക്കുന്നത്. ഇന്ത്യയുടെ ലക്ഷ്യം 3ാം ലോക കിരീടമാണ് കുട്ടി ക്രിക്കറ്റിലെ. ഒപ്പം തന്നെ ഹോം ഗ്രൗണ്ടിൽ ഇന്നേ വരെ ഒരു ടീമും ലോക കിരീടം നേടിയിട്ടില്ല. അപ്പോൾ ആ ഒരു ചരിത്ര നേട്ടം കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് സൂര്യകുമാർ യാദവും സംഘവും ഇറങ്ങുന്നത്. അതേസമയം ന്യൂസിലാൻഡിൻ്റെ ലക്ഷ്യം അവരുടെ കന്നി കിരീടമാണ്. ഇതിനു മുമ്പ് ഒരു തവണ അവർ ഫൈനലിൽ എത്തിയതാണ്, പക്ഷേ അന്ന് ഓസ്ട്രേലിയയോട് തോറ്റു. അപ്പോൾ ന്യൂസിലാൻഡിനും ഇത്തവണ വലിയ പ്രതീക്ഷയോടുകൂടി ഇറങ്ങുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ സെമി പോരാട്ടത്തിൽ അവർ ദക്ഷിണാഫ്രിക്കയെ അങ്ങനെ വലിയ മാർജിനിൽ തോൽപ്പിക്കുന്നു, അല്ലെങ്കിൽ അനായാസം കീഴടക്കുന്നു, അങ്ങനെയാണ് ഉണ്ടായത്. പക്ഷേ ഇന്ത്യ ആവട്ടെ ഇംഗ്ലണ്ടിനോട് അല്പം കടുത്ത പോരാട്ടമായിരുന്നു. ഒരു ത്രില്ലർ പോരാട്ടം ജയിച്ചാണ് ഫൈനലിലേക്ക് മുന്നേറിയത്. അപ്പോൾ 2 കിടിലൻ ടീമുകൾ, പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഈ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെത്തുമ്പോൾ കുറച്ച് ആശങ്കയുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ഒരു തീരാ നോവാണ് 2023 ഏകദിന ലോകകപ്പ് ഫൈനലിലെ തോൽവി. അന്ന് തുടർച്ചയായ 11 മത്സരങ്ങളിൽ ജയിച്ച് നമ്മൾ ഫൈനലിലെത്തി. അവസാനം ഒരേ ഒരു മത്സരത്തിൽ നമ്മളിവിടെ നമ്മുടെ രോഹിത് ശർമ്മയും സംഘവും തോറ്റതാണ്. അപ്പോൾ മറ്റൊരു ഫൈനലിന് ഇവിടെ വരുമ്പോൾ വലിയ ആശങ്കയുണ്ട്. അതിന് ഒരു കാരണം കൂടിയുണ്ട്. ഇത്തവണ ഈ ടൂർണമെൻറ്റിൽ ഇന്ത്യ തോറ്റ ഒരേ ഒരു മത്സരം അഹമ്മദാബാദിൽ ആണ്. അത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ നമ്മൾ വലിയ രീതിയിൽ ഒരു നാണം കെട്ട തോൽവി തന്നെയാണ് അന്ന് 76 റൺസിന് തോറ്റത്. അതുകൊണ്ട് തന്നെ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ എത്തുമ്പോൾ ആരാധകർക്ക് അന്ധവിശ്വാസമാവാം ചിലപ്പോൾ. അതുകൊണ്ട് ചില അത്തരം കാര്യങ്ങൾ കൊണ്ടുകൂടി ഇന്ത്യക്ക് ഇല്ലെങ്കിൽ വലിയ ആശങ്കയുണ്ട്, ആരാധകർക്ക് ആശങ്കയുണ്ട്. ഇന്ത്യക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ആരാധകർക്ക് മാത്രമല്ല, ടീമിനും ഉണ്ട് എന്നതാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കാരണം എസ് കെ എൻ, ഈ ടീം കഴിഞ്ഞ തവണ 2023 ഇവിടെ ലോകകപ്പ് ഫൈനൽ കളിക്കാൻ വന്നപ്പോൾ താമസിച്ച ഹോട്ടലല്ല ഇത്തവണ താമസിക്കുന്നത്. ഒപ്പം തന്നെ ടീം ഇത്തവണ യൂസ് ചെയ്യാൻ പോകുന്നത് അന്ന് യൂസ് ചെയ്ത ഡ്രസ്സിംഗ് റൂമല്ല. ഇതൊക്കെ ക്രിക്കറ്റിൽ ചില അന്ധവിശ്വാസങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാവാം ഇന്ത്യ ഇനി അത്തരം കാര്യങ്ങൾ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് മാറാൻ ചില മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുന്നു എന്ന ചില റിപ്പോർട്ടുകളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. ചില വാർത്താ ചാനലുകളൊക്കെ തന്നെ കൊടുത്തിരുന്നു. എന്തായാലും അതൊക്കെ സംഭവിക്കുമോ, ഇന്ത്യയുടെ ഭാഗ്യം തെളിയാൻ എന്നൊക്കെ തന്നെ കണ്ടറിയണം. എന്തായാലും ടീം ഇന്ത്യ പ്രതീക്ഷ വയ്ക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ താരം സഞ്ജു സാംസണിൽ തന്നെയാണ്. സഞ്ജു കഴിഞ്ഞ 2 മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറി നേടി പ്ലെയർ ഓഫ് ദ മാച്ചായി. അപ്പോൾ സഞ്ജുവിൻ്റെ ഒരു വെടിക്കെട്ട് പ്രകടനം ഫൈനൽ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 1,32,000 ഈ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ഒരു നീലക്കടലായി മാറുന്ന സ്റ്റേഡിയത്തെ പാറ്റ് കമ്മിൻസും സംഘവും ഒരിക്കൽ നിശബ്ദരാക്കിയിട്ടുണ്ട്. പക്ഷേ അത് വീണ്ടും ആവർത്തിക്കില്ല. ഇന്ത്യയുടെ വിജയാഘോഷം, ഇന്ത്യയുടെ വിജയപേരി നാളെ ഇവിടെ മുഴങ്ങുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും ഇന്ത്യ അവസാനവട്ട ഒരുക്കങ്ങൾ എന്തൊക്കെയായിരിക്കും, ടീം കോമ്പിനേഷൻ അല്ലെങ്കിൽ അവസാനവട്ട പിഴവുകൾ, അഭിഷേക് ശർമ്മ അടക്കമുള്ളവരെയൊക്കെ തന്നെ ഫോമിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്കായി ഇന്ന് സ്റ്റേഡിയത്തിൽ പരിശീലനത്തിനിറങ്ങും. ന്യൂസിലാൻഡും അവസാനവട്ട പിഴവുകളൊക്കെ തന്നെ പരിഹരിച്ച് ഇറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ഫയർ ക്രാക്കർ അല്ലെങ്കിൽ ഒരു ഉഗ്രൻ പോരാട്ടം നമുക്ക് അഹമ്മദാബാദ് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.